ഹായ്, ഇറ്റ്സ് മീ ശരൺ. ലിവിംഗ് ബിഹൈൻഡ് ദ വീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഹാച്ച്ബാക്കായ മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ VXI മോഡലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാർ എന്ന സ്വപ്നമുള്ള ഫാമിലിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാർ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ഹാലജൻ ഹെഡ്ലാമ്പാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ഡിസൈനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ എവിടെയൊക്കെ കണ്ടാൽ നമ്മുടെ ഒരു ഹ്യുണ്ടായിലെ സാൻഡ്രോ വണ്ടിയുടെ അതേ ഹെഡ്ലൈറ്റുമായിട്ട് ഒരു സാദൃശ്യമുണ്ട്. എനിക്ക് തോന്നിയതാണെന്ന് അറിയാൻ വയ്യ, എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹണികോം ഗ്രില്ല് കാണാം. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് ഈ ഹണികോം ഗ്രില്ല് വന്നിരിക്കുന്നത്. ഈ ഗ്രില്ലിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഇത് വളരെ വലിയ ഒരു ഗ്രില്ലായിപ്പോയി. കാര്യം ഈ വണ്ടി മുഴുവൻ മറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ബട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു എയർ ഡാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് 167 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റോഡുകളിൽ ഇത് പറ്റിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുസുക്കിയുടെ ഒരു എംബ്ലം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നാൽ ഒരു സിംഗിൾ നോസിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്നതിന് ഒരു സിംഗിൾ നോസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ നോസിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുത്തിരുന്നായിരുന്നെങ്കിൽ, ഈ വൈപ്പറിനോട് ചേർന്ന് കൊടുത്തിരുന്നായിരുന്നെങ്കിൽ വളരെ ഭംഗിയായിരുന്നേനെ. ബട്ട് ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന കാറിന് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമുക്ക് 2 വൈപ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെനോൾട്ട് ക്വിഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വിഡിന് ഒരു വൈപ്പറേ വരുന്നുള്ളൂ. ബട്ട് ഇതിന് 2 വൈപ്പർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി വശങ്ങളിലോട്ട് വന്നാൽ ഒരു 13 ഇഞ്ച് സൈസിൽ വീലാണ് ഇതിന് വന്നിരിക്കുന്നത്. 145/80R13 എന്ന വീലാണ് ഇതിന് വന്നിരിക്കുന്നത്. ഡ്രം വീലാണ് ഇതിന് വന്നിരിക്കുന്നത്. അത് കണക്ക് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ VXI മോഡൽ തൊട്ട് നമുക്ക് വീൽ കപ്പ് അവൈലബിൾ ആണ്. നമുക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പഴയ മോഡൽ ഒരു ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ ഈ നമ്മുടെ മാരുതി തുടർന്നു കൊണ്ടുവരിക്കുന്നത്. കുഴപ്പമില്ല, ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഇത് വളരെ നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവർവ്യൂ. ഇത് ഒരു ബോഡി കളറിലല്ല വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു 2000 രൂപ ചിലവുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ കമ്പനിക്ക് എന്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കിത് ബോഡി കളറിലോട്ട് മാറ്റാമായിരുന്നു. ബട്ട് അവരത് ചെയ്തില്ല. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഡോർ ഹാൻഡിൽ നമുക്ക് ബോഡി കളറാണ് വന്നിരിക്കുന്നത്. അതേ കണക്ക് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഇത് ഓക്കെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് A പില്ലറും B പില്ലറും അതും ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ അങ്ങനെ ഒന്നും അല്ലത് വന്നിരിക്കുന്നത്. അതും ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ടെയിൽ ലാമ്പ് കാണാം. ഈ ടെയിൽ ലാമ്പ് നമ്മുടെ മാരുതി സുസുക്കിയുടെ തന്നെ സെലേറിയോയുടെ ഒരു ടെയിൽ ലാമ്പിനോട് രൂപസാദൃശ്യം ഉണ്ട്. അവർ ഒരു കുടുംബക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ റിവേഴ്സ് ലൈറ്റിനകത്ത് ഒരെണ്ണം ഡമ്മിയും ഒരെണ്ണം ഒറിജിനലാണ് വന്നിരിക്കുന്നത്. അത് കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ പുറകിലോട്ട് വന്നാൽ വളരെ വിശാലമൊന്നും പറയാനില്ലാത്ത ഒരു ബാക്ക് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതിൽ നമ്മുടെ വൈപ്പറോ അല്ലെങ്കിൽ ഡീഫോഗറോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സുസുക്കി ആൾട്ടോ കേട്ടൺ എന്നൊരു ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലിവർ വലിച്ചാണോ അല്ലെങ്കിൽ കീ ഉപയോഗിച്ചോ ആണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്കിനി ഡിക്കിലോട്ട് പോകാം. 214 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വളരെ വിശാലമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ രീതിയിലുള്ള ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് സ്പെയർ വീൽ വരുന്നുണ്ട്. മിക്ക വണ്ടിക്കും സ്പെയർ വീൽ ഇപ്പോൾ വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി സ്പെയർ വീൽ ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 13 ഇഞ്ച് സ്പെയർ വീൽ തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക വണ്ടികളിലും നമുക്ക് പഞ്ചർ കിറ്റുകളാണ് തരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാരുതി നമുക്കൊരു സ്പെയർ വീൽ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ബാക്ക് വശത്ത് പറയാനായിട്ട് ഒന്നും തന്നെയില്ല. സീറ്റ് പറയുകയാണെങ്കിൽ ബെഞ്ച് ഫോൾഡാണ്. നമുക്ക് 60-40 അങ്ങനെ പറയുന്ന രീതിയിലൊന്നും ഫോൾഡിങ് ഒന്നും തന്നെയില്ല. ഒറ്റ രീതി ബെഞ്ച് രീതിയിൽ മടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതലും സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി രീതിയിലാണ് പറയുന്നത്. ഞാൻ അത്ര രീതിയിലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാഴ്സൽ ട്രേ വന്നിരിക്കുന്നത് VXI മോഡലിന് പാഴ്സൽ ട്രേ വരുന്നില്ല. നമ്മൾ ഇത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ്. 700 രൂപയാണ് ഈ പാഴ്സൽ ട്രേക്ക് വരുന്നത്. VXI ഓപ്ഷണൽ തൊട്ട് ഈ പാഴ്സൽ ട്രേ നമ്മുടെ ആൾട്ടോ കേട്ടണിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല.
നമുക്കിനി ഫ്യൂവൽ ടാങ്കിലോട്ട് പോകാം. ഫ്യൂവൽ ടാങ്ക് വന്നു കഴിഞ്ഞാൽ അപ് ടു E20 പെട്രോളാണ് ഈ വണ്ടിയിൽ വരുന്നത്. കാരണം ഇത് 2026 മോഡൽ വണ്ടിയാണ്. അത് എനിക്ക് 27 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിലെനിക്കൊരു കാര്യം പറയാനുള്ളത്, മുന്നത്തെ ആൾട്ടോ കേട്ടന് ഏകദേശം 35 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടെന്നാണ് കമ്പനി പറയുന്നത്. കാരണം ഈ വണ്ടി വരുന്നത് ഏകദേശം K സീരീസ് എഞ്ചിനാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഭാരം കുറച്ചതും അതുപോലെ K സീരീസ് എഞ്ചിനായതും പുതിയ ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ടും ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും 35 ലിറ്റർ ടാങ്ക് വേണ്ട, 27 ലിറ്റർ ടാങ്ക് മതി എന്നാണ് കമ്പനി പറയുന്നത്. അത് ഓക്കെ ആണോയെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല. കാര്യം ഒരു 27 ലിറ്റർ 35 ലിറ്ററിൽ നിന്ന് 27 പറയുമ്പോൾ ഒരു 8 ലിറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ബട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് പോകാം, വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോകാം. ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോകാം. ഡോർ പാഡിലോട്ട് വന്നാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ ഇല്ല. ഡോർ പാഡിൽ ഒരു കാര്യം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചുകളൊന്നും ഇതിലല്ല വരുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി നമുക്കിത് ഉള്ളിലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ മീറ്റർ കൺട്രോളിലോട്ട് പോകാം. മീറ്റർ കൺട്രോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ എക്സ്പ്രസ്സോടെയും ആൾട്ടോ കേട്ടൻ്റെയും എല്ലാം സെയിം മീറ്റർ കൺട്രോളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ്. 2 ഡോറിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. 4 സ്പീക്കറൊന്നും വരുന്നില്ല. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ പവർഫുൾ AC തന്നെയാണ് ഈ വണ്ടിക്ക് പറ്റിയ ഒരു AC തന്നെയാണ്. പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. വളരെ നല്ല പിക്കപ്പ് തരുന്നുണ്ട് ഈ വണ്ടി. അതുപോലെ തന്നെ നല്ല മൈലേജും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളോട്ട് വരാം. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നത് ഡ്രൈവർക്കും കോ പാസഞ്ചറിനും, പില്ലിന് 2 എണ്ണം. അതുപോലെ തന്നെ ഈ 2 സൈഡിലായിട്ടാണ് നമ്മുടെ എയർ ബാഗുകൾ വരുന്നത്. വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. കാര്യം ഇപ്പം ഞാൻ സീറ്റ് ഇച്ചിരി ബാക്കിലോട്ട് ഇട്ടതാണ്. ആ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയിൽ ഇത് ആദ്യം വന്നിരുന്ന 0 ആയിരുന്നു ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് വന്നിരുന്നത്. ഇപ്പോൾ അതിന് 2 സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. അത് അത്ര നല്ല ഒരു സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നേ പറയത്തുള്ളൂ. എന്നിരുന്നാലും ഒരു സേഫ്റ്റിയിലായിരുന്ന ഒരു വണ്ടിക്ക് ഒരു 6 എയർ ബാഗ് കൂടി വന്നപ്പോൾ നമുക്കൊരു 2 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിയെങ്കിലും വന്നത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ വണ്ടി ഓടിക്കാൻ വളരെ നല്ല രസമാണ്. ഇതൊരു ഒരു പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പെപ്പി നല്ല ഒരു രസമാണ് ഈ വണ്ടി ഓടിക്കാൻ. നമുക്കിപ്പം നമ്മുടെ നഗരങ്ങളിലൂടെ ഒക്കെ ഓടിക്കാനും മികച്ച ഒരു മൈലേജും ഈ വണ്ടി തരുന്നുണ്ട്. നഗരങ്ങളിലൂടെ പോകുകയാണെങ്കിൽ നമുക്കൊരു 14-15 ഈ വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈവേയിലും മറ്റൊക്കെ പോകുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്കൊരു 20-22 കിലോമീറ്റർ മൈലേജ് വരെ ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒരു മികച്ച ഓപ്ഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ നല്ല ഒരു വണ്ടിയാണ് ഒരു ഫാമിലിക്ക്. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ എനിക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഉള്ളു എങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി ഈ വണ്ടി എടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഇവരിത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊരു സ്റ്റിക്കിലാണ് വന്നിരിക്കുന്നത്. ഇത് മോട്ടറിലൊന്നുമല്ല വന്നിരിക്കുന്നത്, സാധാരണ രീതിയിൽ ഒരു സ്റ്റിക്കിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ് ഇൻറ്റീരിയർ. നമുക്ക് നോക്കണേ, മുന്നത്തെ വണ്ടിയിൽ ഇൻറ്റീരിയർ വന്നിരുന്നത് ഞാൻ പറഞ്ഞിരുന്നായിരുന്നല്ലോ. ഇൻറ്റീരിയർ വന്നത് 2 കളറിലാണ് വന്നിരുന്നത്. നമ്മുടെ മുന്നത്തെ ആൾട്ടോ കേട്ടനിൽ വന്നിരുന്നത് ബ്ലാക്ക് ആൻഡ് ക്രീം കളറിലാണ് വന്നിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ വണ്ടിയിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ബ്ലാക്ക് കളർ വരുന്നത് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് കളർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ വണ്ടിയുടേത്. പിന്നെ പറയാനാണെങ്കിൽ ഒരു മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ പറയാൻ ഒരു സൺഷെയ്ഡ് 2 അപ്പുറമായിട്ട് സൺഷെയ്ഡ് വരുന്നുണ്ട്. അതിൽ മിററോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. അത് സൈഡിലിരിക്കുന്നവർക്കും മറ്റും പിടിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം എപ്പോഴും ഒരു ലോങ് യാത്ര പോകാൻ പറ്റിയ വണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഫാമിലിക്ക് വല്ലപ്പോഴും ഒരു ലോങ് യാത്ര പോകുന്നതിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടി തന്നെയാണിത്. കൂടുതലും സിറ്റി ഓട്ടത്തിനാണ് ഇത് മികച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത്, ബൂട്ട് സ്പേസ് നമുക്ക് ഇനിയിപ്പോൾ പുറകിലത്തെ ലെഗ് സ്പേസും മറ്റുമൊക്കെ നമുക്ക് നോക്കാം. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു
നമുക്ക് ലെഗ് സ്പേസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മുടെ മുട്ടൊന്നും തട്ടാത്ത രീതിയിലൊക്കെയാണ് ഇതിൻ്റെ മുന്നത്തെ വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഇരുന്ന് കാണിക്കാം. വേണ്ടേ, ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറിയതോടുകൂടി തന്നെ ഈ വണ്ടിക്ക് കുറച്ച് പൊക്കം വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മുന്നത്തെ വണ്ടിയിൽ നമ്മൾ കയറിയിരുന്ന ഒരു കുഴിയിലിരിക്കുന്ന ഫീലാണ്. ബട്ട് ഇതിലിരിക്കുമ്പോൾ നമുക്കൊരു ഉയർച്ചയിൽ ഒരു പൊങ്ങിയിരിക്കുന്ന ഫീലാണ്. അതായത് ഒരു പ്രായം ചെന്ന ആൾക്കാരെ കൊണ്ടുവന്നതിന് വളരെ മികച്ച ഒരു വണ്ടിയാണ്. ഇപ്പോൾ തന്നെ എനിക്ക് 171 സെൻറ്റിമീറ്റർ നീളമുള്ള എനിക്ക് എനിക്ക് മുട്ട് തട്ടുന്നില്ല. വളരെ മികച്ച രീതിയിലാണ് ഇതിനകത്ത് നമ്മുടെ ലെഗ് സ്പേസ് വരുന്നത്. വളരെ നല്ലതാണ്. ബട്ട് ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടെ പവർ വിൻഡോ അല്ല വരുന്നത്, സാധാ നമ്മളെ വിൻഡോ ആണ് വരുന്നത്. ഫ്രണ്ട് 2 പവർ വിൻഡോ വരുന്നുള്ളൂ. 2 ഡോർ ഞാനത് കാണിച്ചായിരുന്നു. 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. നമുക്ക് 4 ഡോർ ഒന്നും വരുന്നില്ല. ബട്ട് കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം പുറകിലിപ്പം പവർ വിൻഡോ വേണമെന്നൊന്നും ഇല്ല. നമുക്ക് ആൾട്ടോ കേട്ടൻ്റെ എൻജിൻ ഭാഗത്തോട്ട് പോകാം. ഇതിൻ്റെ എത്ര CC എൻജിനാണ്, എന്താണ് ഇതിൻ്റെ പവറൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ബോണറ്റ് തുറക്കാം. നമുക്ക് വളരെ ചെറിയൊരു എൻജിൻ ബേ ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്തോട്ട് വന്നാൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു ഏതാണ്ടേ ഞാൻ കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കേബിൾ, നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് കേബിളാണ് വരുന്നത്. കുറച്ച് അടുത്തോട്ട് കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എൻജിൻ വരുന്നത് 1 ലിറ്റർ 3 സിലിണ്ടർ K സീരീസിൽ വരുന്ന ഒരു എൻജിനാണ് വരുന്നത്. ഏകദേശം 67 PS പവറും 89 Nm ടോർക്കും നൽകുന്നത് നഗരത്തിലെ ദിവസേന ഡ്രൈവിങ്ങിന് നമുക്കിത് വളരെ ബെറ്ററാണ്. നല്ല ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഏതാണ്ട് ഈ ഒരു കേബിൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വരുന്നത് ഇതാണ്. ഒരു കേബിളാണ് ഇതിനകത്ത് വരുന്നത്. മുന്നത്തെ വണ്ടിക്ക് വന്നിരുന്നത് മോട്ടറായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമ്മളിത് കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ABS, EBD എല്ലാതരം സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനകത്തെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെയോ മറ്റു കാര്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളുടെയോ ഒന്നും ഒട്ടും അവർ കുറച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. വളരെ കുഞ്ഞൊരു എഞ്ചിനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് ഇതിന് മുന്നത്തെ വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കുറവുണ്ട് ഈ വണ്ടിക്ക്. നമുക്കത് ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. മുന്നത്തെ വണ്ടിയും ഇപ്പോഴത്തെ വണ്ടിയും ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. വളരെ വൈബ്രേഷൻ കുറഞ്ഞ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ആൾട്ടോ K10. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ ബേ ക്ലോസ് ചെയ്യാം. പിന്നെ അതിനകത്ത് ഒരു ഇൻസുലേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം ഇതിനകത്ത് അത്ര സൗണ്ടൊന്നും ഇല്ല എഞ്ചിന്. ഒരു ഡീസൽ വണ്ടി ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു ഇൻസുലേഷനൊക്കെ വരാമായിരുന്നു. കാര്യം വളരെ സൗണ്ട് കുറഞ്ഞ വണ്ടി, റിഫൈൻഡ് എഞ്ചിനാണ് ഈ വണ്ടിയുടേത്. നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. ഇച്ചിരി ഇങ്ങനെ അടയ്ക്കണം ഇതിൻ്റെ ബോണറ്റ്. അപ്പം ഞാൻ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ഇപ്പോൾ ഓണവും മറ്റു ഫെസ്റ്റിവലും വരുന്നത് കൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വണ്ടി നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ആൾട്ടോ K10. ഞാനിതിൻ്റെ ബേസ് മോഡൽ എടുക്കാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. VXi മോഡലാണ് ഞാൻ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ VXi ഓപ്ഷനിൽ. എന്നിരുന്നാലും ഞാൻ പറയുന്നത് VXi എടുക്കാനാണ് ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യുന്നത്. കാര്യം 5 ലക്ഷം രൂപ വരുത്തുള്ളൂ. ഏകദേശം 4,99,000 അങ്ങനെയാണ്ട് വരുത്തേ ഉള്ളൂ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. ഇപ്പോഴത്തെ റേറ്റ് ചെറിയ ഓണവും മറ്റുമൊക്കെ ആയതുകൊണ്ട് ചെറിയ പ്രൈസൊക്കെ നമുക്ക് ഒരുപാട് ഓഫറുകൾ വരും ഇപ്പോൾ ഓണം ആയതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ആൾട്ടോ K10. നമുക്ക് ഈ വണ്ടി ഒന്ന് ഇനി ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ പവറൊന്നും, പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ ഉണ്ടെന്നും എല്ലാം, പിന്നെ അതുപോലെ തന്നെ AC-യുടെ പവർ എങ്ങനെ ഉണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വളരെ സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് ഈ വണ്ടിയുടെ. അത് നല്ലൊരു റിഫൈൻഡ് എഞ്ചിൻ ആയതുകൊണ്ടാണ് ഉള്ളിലോട്ട് വലിയ നോയ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഈ AC കൂടെ ഇടാം. 1ഉം 2ഉം സ്പീഡിലിട്ടാൽ വലിയ സൗണ്ടൊന്നും വരുന്നില്ല. പക്ഷെ 3ൽ ഇട്ട് തുടങ്ങിയാൽ നമുക്ക് നല്ല സൗണ്ട് അനുഭവപ്പെടും. എന്നാലും നല്ല കൂളിംഗ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. സെക്കൻഡ്, വളരെ നല്ല ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. നല്ല പവറും ഉണ്ട് വണ്ടിക്ക്. നല്ല റിഫൈൻഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല പവറുണ്ട്. മുന്നത്തെ വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടി. സ്റ്റിയറിംഗ് കൺട്രോൾ ആയിട്ട് നമ്മുടെ ഒരു കൈ തന്നെ സുഖമായിട്ട് നമുക്ക് ഇതിനെ തിരിച്ചെടുക്കാവുന്നതാണ്. വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ്. നല്ല ഒരു സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ വരുന്നത്.
നമ്മൾ ആ ചെറിയ ഗട്ടറിലൊക്കെ വീണാലും അത്യാവശ്യം ഒന്നും അറിയാനൊന്നും പറ്റത്തില്ല. ഫോർത്ത് വലിയ കുഴപ്പം തന്നെ ഒന്നുമില്ല. ഓക്കെ, നല്ല ഒരു AC, കുഴപ്പമില്ല. പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട് AC കേട്ടോ, പെട്ടെന്ന് കൂളാവുന്നുണ്ട്. നമുക്ക് കണ്ട് ഈ റോഡ് ഒന്നുകൂടെ പോയി ഇത് ഒന്നുകൂടെ നോക്കാം സ്പീഡ് എങ്ങനെ ഉണ്ടെന്ന്. സെക്കൻഡ് ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പം ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഒരു കാറ് തന്നെയാണ് നമ്മുടെ ആൾട്ടോ K10. VXi മോഡലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ വീണ്ടും അത് നേരത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്, VXi മോഡലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 2 ഡോർ പവർ വിൻഡോ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് പവർ വിൻഡോ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഹസാർഡസ് സ്വിച്ചും അത് കണക്ക് അപ്പുറം ഇപ്പുറമാണ് നമ്മുടെ പവർ വിൻഡോ വരുന്നത്. ഓക്കെ, എല്ലാം കൊണ്ടും കൊള്ളാം. നമ്മുടെ AC-യുടെ നോബുകൾ വരുന്നത് ഇവിടൊക്കെയാണ്. അതുകൊണ്ട് 1, 2, 4 നോബ് വരുന്നുണ്ട്. ബാക്കിലോട്ടോ മറ്റൊന്നും AC-യുടെ നോബ് വരുന്നില്ല. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. ഇനി നമുക്ക് ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വണ്ടി വേണം. വണ്ടി എന്ന സ്വപ്നമാണ് നിങ്ങൾക്ക്. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ വണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇപ്പോൾ ഓണവും മറ്റ് ഫെസ്റ്റിവലുകളും വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നിങ്ങളുടെ ഈ ബഡ്ജറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കടം വാങ്ങിച്ച് വെച്ച് നിങ്ങൾക്ക് തലവേദന എടുക്കാൻ വയ്യ. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഒരു EMI ഇട്ട് എടുക്കണമെങ്കിൽ ഒരു 7000 രൂപ EMIയിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതേ ഉള്ളൂ. മിനിമം ഒരു 20,000 രൂപയോ അല്ലെങ്കിൽ 50,000 രൂപയോ അടച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാവുന്നതേ ഉള്ളൂ. ഒരു 7 വർഷം വരെ EMIയിൽ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. വണ്ടി എന്ന സ്വപ്നമായിട്ട് നടക്കുന്നവർക്ക് ധൈര്യമായി പോയി എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ഒരു സാധാരണക്കാരന്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അത്യാവശ്യം മൈലേജും പവറും ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. പിന്നെ വേറെ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പം പറഞ്ഞത് തന്നെയൊക്കെ ഉള്ളൂ. വേറെ ഇതിനകത്ത് പരിചയപ്പെടുത്താനോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.